ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു DIY ക്ലോത്ത് ഡയപ്പർ ഇൻസേർട്ട് ആയിട്ടാണ്. അപ്പം നമ്മൾ വീട്ടിൽ എങ്ങനെ എളുപ്പത്തിലൊരു ഇൻസേർട്ട് ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. അത് നമ്മൾ ഇപ്പോൾ പഴയതായ ഷീറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ടർക്കി ടവൽ വെച്ചിട്ടൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷീറ്റാണ് കേട്ടോ വേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ റബ്ബറായിട്ട് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു ഷീറ്റില്ലേ, അങ്ങനത്തെ പഴയ ഷീറ്റ് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഷീറ്റ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തീരെ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷീറ്റാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ വേണ്ടതൊരു ടർക്കിയാണ്. ഇതൊരു പഴയ ടർക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിയുണ്ട് കേട്ടോ, കുറച്ച് കട്ടിയുള്ള ടൈപ്പ് എടുക്കുക. അത്ര പെട്ടെന്ന് നമ്മൾ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. പിന്നെ ഞാനൊരു ക്ലോത്ത് ഡയപ്പർ ഇൻസേർട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് മെഷർ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ ലെങ്ത് വൈസ് 12 വരുന്നത്. അപ്പോൾ നമ്മളൊരു 12.5 എടുക്കുക. മറ്റേത് 5 ഇഞ്ച് വരുന്നുണ്ട്, ഒരു 5.5 ഇഞ്ച് എടുക്കുക. കാരണം 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഉള്ളിലോട്ടായി പോകും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഷീറ്റിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആ ഷീറ്റ് ഒന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. ഇതിൻ്റെ മേലെ നമ്മൾ ആ ഇൻസേർട്ട് വെച്ചിട്ട് ആ അളവിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് പറഞ്ഞത് ഇങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ അളവെടുത്തോട്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഷീറ്റ് ഫുള്ളായിട്ട് അങ്ങനെ കട്ട് ചെയ്യാൻ പോവാണ്. ഇനി ഇതുപോലെ ടർക്കിയും കട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ 2ആയിട്ട് ഫോൾഡ് ചെയ്യാണ്. ഒരു സെയിം അളവിൽ അതും കട്ട് ചെയ്യാം. അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു 4 ലെയർ കിട്ടും. അപ്പോൾ ഇത് കട്ടിങ് കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആ ആദ്യത്തെ ടർക്കി പീസ് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ ഷീറ്റ് വെച്ച് കൊടുക്കുക. ഒരു ഷീറ്റ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ മറിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. വേറെ ഒരെണ്ണം ഓപ്പോസിറ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. കാരണം അതാണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇങ്ങനെ 4 ലെയറും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഈ താഴ്ഭാഗം ഒന്നിങ്ങനെ വളച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ വാങ്ങുന്നതിനൊക്കെ അങ്ങനെയല്ല, വളച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വളച്ചടിക്കുന്നതാണ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ കിട്ടുക, അത് വേണ്ടിയിട്ടാണ് അങ്ങനെ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഉൾഭാഗം പുറത്തോട്ടാക്കാം. ഒരു സൈഡ് ഒഴികെ ബാക്കി എല്ലാ ഭാഗവും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലാസ്റ്റ് ഈ എൻഡിങ് ഒന്നിങ്ങനെ ഉള്ളിലോട്ടാക്കിയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഉള്ളിലോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പുറത്തു കൂടെ 4 സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതായിപ്പോൾ നമ്മൾ ക്ലോത്ത് ഡയപ്പർ ഇൻസേർട്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ടർക്കിയും ഷീറ്റും ഉണ്ടെങ്കിൽ എന്തായാലും നല്ലതാണ് അങ്ങനെ ചെയ്ത് നോക്കുക. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കുക. ഇതേപോലെ ഇൻസേർട്ട് ആക്കിയിട്ടും വെക്കുക. ഇത് ഞാൻ അങ്ങനെ മേലാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതിലും അതുപോലെ നാപ്പി കവറിലൊക്കെ വെച്ച് കൊടുക്കുക. അങ്ങനെ ലീക്ക് ആവുമൊന്നുമില്ല, നല്ല വാട്ടർ പ്രൂഫാണ്. എങ്ങനെയായാലും താഴേക്ക് ലീക്കേ ചെയ്യൂല, കാരണം നല്ല കട്ടി വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ. ടർക്കിയും അതുപോലെ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം. നല്ല യൂസ്ഫുള്ളാണ്, കാരണം നമ്മൾ വാങ്ങുന്നതിനെക്കാട്ടി നല്ലൊരു കട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ ഒരിക്കലും അങ്ങനെ ലീക്ക് ആവണതിൻ്റെ പ്രോബ്ലം ഒന്നും വരില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.